وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിശേഷണമാണെന്ത്? അജബ് എന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അജബ്, കാരണം ഹദീസുകളിൽ വന്നതുപോലെ അഹ്ലുസുന്നന്റെ വിശ്വാസമാണിത്. അജബ് അല്ലാഹു മിൻ സനീഇകുമ ബി ദൈഫികുമ അൽ ബാരിഹ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോട് പറഞ്ഞ പോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൈഫ് വരും. അപ്പോൾ റസൂലിനോട് യാ റസൂലല്ലാഹ് ഇന്നി മജ്ഹൂദ്, ഞാൻ വളരെ ദരിദ്രനാണ് റസൂലല്ലാഹ്, എൻ്റെ അടുത്ത് ഒന്നുമില്ല, എനിക്ക് വയ്യ, ക്ഷീണിതനാണെന്ന് പറയും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലോട്ട് പറഞ്ഞയക്കും, ആൾക്കാരെ പറഞ്ഞയക്കും. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ ഉള്ളത് നോക്കാൻ പറയും. അപ്പോൾ അവർ പറയും വല്ലതി വാഴത്തക്കിൽ ഹക്ക് മായന്തന ഇല്ലെന്ന്. നമ്മുടെ അടുത്ത് അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളെ ഹക്കിനാൽ അയച്ച അള്ളാഹുവാണ് സത്യം, നമ്മുടെ അടുത്ത് വെള്ളം അല്ലാതെ വേറെ ഒന്നും ഇല്ലയെന്ന് പറയും. അങ്ങനെ റസൂൽ അടുത്ത ഭാര്യൻ്റെ വീട്ടിലോട്ട് പറഞ്ഞയക്കും. അപ്പോൾ അവരും ഇതേപോലെ പറയും. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ എല്ലാ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയക്കും. അപ്പോൾ അവരെല്ലാവരും ഒരേ മറുപടി പറയുന്നത് നമ്മുടെ അടുത്ത് വെള്ളം അല്ലാതെ വേറെ ഒന്നുമില്ല, ഈ അതിഥിക്ക് കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ റസൂലുള്ളാഹിക്കും മൻ യുദീഫു ദൈഫ റസൂലില്ലാഹ് എന്ന് ചോദിക്കും. ആര് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദൈഫിന് ആരെന്ന് അതിഥി സൽക്കാരം കൊടുക്കുന്നു ചോദിക്കും. അപ്പോൾ ഒരു അൻസാരി പറയും ഞാൻ കൊടുക്കുക അള്ളാഹിൻ്റെ റസൂൽ എന്ന് പറയും. എന്നിട്ട് ഈ സഹാബി ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് പറയും നമുക്ക് അക്രീമി ദൈഫ് റസൂലില്ല എന്ന് പറയും. അള്ളാഹിൻ്റെ റസൂലും ദൈഫിന് ഇക്രാം ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പറയും നിൻ്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ഇല്ല കുത്ത് സബിയാൻ, എൻ്റെ കുട്ടികൾ കൊടുക്കാനുള്ള ഭക്ഷണം മാത്രമാണ് എൻ്റെ അടുത്തെന്ന് പറയും. അപ്പോൾ ഇതേ ആ സ്ത്രീയോട് പറയും നീ എന്ത് ചെയ്യും, അവർ ഉറക്കി കളയാ, ഇനി അവരെന്തെങ്കിലും ചോദിക്കുകയാണ് അവരെന്തെങ്കിലും കളിയിലാക്കിയിട്ട് അവർ ശ്രദ്ധ തെറ്റിച്ചാളെന്ന് പറയും. അങ്ങനെ ഇവർ സ്ത്രീ എന്ത് ചെയ്യും, കുട്ടീനെ ഉറക്കും. അങ്ങനെ അതിഥി വരും, അങ്ങനെ അതിഥി ഇരിക്കും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, അവിടെയുള്ള വെളിച്ചം കിടത്തി കളയുകയും, അത് അയാൾ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കും ഇതാ ദഖല ദൈഫു ഫാത്തഫി ഇസ്സലാം, ദൈഫ് കയറി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുക, ലൈറ്റ് കിടത്തിക്കളെ. അങ്ങനെ ഇവർ കഴിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചു. അതിഥി കഴിച്ചു, അതിഥി ഭക്ഷണം കഴിച്ചു. പക്ഷെ ഇവർ രണ്ടുപേരും എന്താക്കി, രാത്രി വിശന്നുകൊണ്ട് ബാത്താപ്പാവേ, അവർ വിശന്നുകൊണ്ട് ഇവർ രണ്ടുപേരും രാത്രി കഴിച്ചു കൂട്ടി. അപ്പോൾ രാവിലെ ആയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത് അഖദ് അജിബ അല്ലാഹു മിൻ സനീഇകും ബി ദൈഫികും അൽ ബാരിഹ, നിങ്ങൾ ഇന്നലെ രാത്രി ചെയ്ത പ്രവൃത്തി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്ചര്യം കൊണ്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അജബ്, അത് ഈ രണ്ട് അജബിൽ ഏത് തരമായിരിക്കും, യാതൊരു സംശയമില്ല. അത് ഏത് തരമാണ്, അതിൻ്റെ നദായറിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒരിക്കലും അസ്ബാബുകൾ മറഞ്ഞിരുന്നത് കൊണ്ട് തോന്നുന്ന അതിശയം അതിനാലല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നൊന്നും തന്നെ മറഞ്ഞു നിൽക്കുകയില്ല. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല.